ഹായ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് റവയിലേക്കുള്ള വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ, കറക്റ്റ് 1/4 കപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് റവ കട്ടയായിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റവ ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. റവയിലുള്ള വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതാ റവയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1.5 ടീസ്പൂണ് 1.5 ടേബിൾ സ്പൂണാണ് കേട്ടോ, 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഇനി നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചൂടുള്ള റവയിൽ കിടന്നിട്ട് ഇതൊക്കെ മെൽറ്റായി റവയിലെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ റവയും ബട്ടറൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ റവ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്, വെളുത്ത എള്ളായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉപ്പ് നമ്മൾ നേരത്തെ റവയിൽ ചേർത്ത് കൊടുത്തതാണ്, ഉപ്പില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ച് നോക്കിയിട്ട് പിന്നെ ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് കുഴച്ച് നോക്കുമ്പോൾ എത്രത്തോളം വെള്ളം ഇതിലേക്ക് വേണമെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഞാനിവിടെ മാവ് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സേവനാഴിയാണ് വേണ്ടത്. അതിലിതാ ഞാൻ ഈ ഒരു അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്, സ്റ്റാറിൻ്റെ അച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് മാവ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. മാവ് ഇതാ ഇതിൽ നിറയെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതാ ഈ ഒരു സേവനാഴി തിരിച്ചിട്ട് ഇതുപോലെ നുറുക്കിൻ്റെ ഷേപ്പിൽ ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതാ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇതുപോലൊരു ചട്ടകം എടുത്തിട്ട് ചട്ടകം കൊണ്ട് വേണം കേട്ടോ നമ്മളിത് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും റവയ്ക്ക് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ പതുക്കെ എണ്ണയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം, നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക്. പിന്നെ ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. കാരണം അത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. ആ ഒരു സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും പൊട്ടിപ്പോവും. ഇപ്പോൾ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് തുടങ്ങിയാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, റവ ബട്ടർ നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു നുറുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്